അതെ, ഇന്ന് സാർ വന്നേക്കുന്നത് ഒരേ ഒരു കാര്യം നിങ്ങളോട് പറയാനാ. എടി, കണക്കിന്റെ പരീക്ഷ എങ്ങനെ സമയത്തിനനുസരിച്ച് എഴുതി തീർക്കണം. അത് പലരോടും പറഞ്ഞ് ഞാൻ മടുത്ത്. എടാ, ഇത്രയുള്ള പരിപാടി വളരെ എളുപ്പമാണ്. നമുക്ക് ഈ ടൈം മാനേജ്മെന്റ് എന്നുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം 2.5 മണിക്കൂറിൽ എക്സാം തീരണം, ശരിയല്ലേ? ഇതൊരു 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. അത് നന്നായിട്ട് യൂസ് ചെയ്യണം. അതായത് ആ 15 മിനിറ്റ് അടുത്തിരിക്കുന്നവൻ്റെ ഞാൻ ഞോണ്ടാൻ ചെല്ലല് വെള്ളം കുടിക്കുന്നതിനൊന്നുമല്ല. നമുക്ക് കിട്ടിയേക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് വായിക്കണം. എടാ, ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാൻ അറിയാവോ? വായിക്കണം. 30 ചോദ്യം കാണും എന്തായാലും കണക്കിന്. ആ ഒരു 30 ചോദ്യം നല്ല വൃത്തിയായിട്ട് വായിക്കണം. വൃത്തിയായിട്ട് വായിച്ചിട്ട് ആദ്യം മൈൻഡിൽ നോട്ട് ചെയ്യണം, എനിക്ക് വൃത്തിയായിട്ട് അറിയാവുന്ന ഇത്രയും ചോദ്യങ്ങളുണ്ട്. ഞാൻ ആദ്യമേ പറയാം, നിങ്ങൾ അറിയാത്ത ചോദ്യത്തിൻ്റെ മുൻപിൽ പോകരുത്. ഞാൻ ചിലർ കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം, നോക്കിക്കോണേ. 1 അങ്ങോട്ട് നമ്പർ ഇടും. ഞാൻ 1 മുതൽ എഴുതി തുടങ്ങത്തുള്ളൂ സാർ. എന്നിട്ട് 1-ാമത്തിൻ്റെ ഉത്തരം എനിക്കറിയത്തില്ല. ഓക്കെ, 2 എഴുതും. കൊള്ളാം, 2-ാമത്തിൻ്റെ ഉത്തരം എനിക്കറിയത്തില്ല. 3-ാമത്തിൻ്റെ ഉത്തരം എനിക്കറിയാം. അപ്പം ഞാനത് അങ്ങോട്ട് എഴുതി വെച്ചു. 4-ാമത്തിൻ്റെ ഉത്തരം എനിക്കറിയത്തില്ല. അപ്പം അത് ഞാൻ 4 നമ്പർ ഇട്ട് സ്ഥലം വിട്ട് കളയും. 5-ാമത്തിൻ്റെ ഉത്തരം എനിക്കറിയാം. അപ്പോൾ ഞാൻ 5 എഴുതി ഉത്തരം എഴുതി. എന്നിട്ട് ഞാനൊരു ടീച്ചറായിരുന്നു വിചാരിക്കുക. ഞാൻ വന്ന് പേപ്പർ നോക്കാം, പേപ്പർ അങ്ങോട്ട് എടുക്കുമ്പം കൊള്ളാം, ആദ്യത്തെ പേജ് തന്നെ ഇത്രയും ബ്ലാങ്ക്. അപ്പോഴേ ഞാൻ കണക്ക് കൂട്ടില്ല. അവൻ മണ്ടനാ, അവൻ പൊട്ടനാ, അവനൊന്നും അറിയത്തില്ല. എന്നാൽ ഞാൻ കണക്ക് കൂട്ടിയേ, ഇപ്പോൾ സംഭവം പോയേ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇങ്ങനൊരു പരിപാടി ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ 30 ചോദ്യങ്ങൾ തരും. 25-ാമത്തെ ചോദ്യമായിരിക്കും ആദ്യം അറിയാവുന്നത്. എടാ, 25 അങ്ങോട്ട് ആദ്യം നമ്പർ ഇട്. എന്താ പുളിക്കുവോ? 25 നമ്പർ ഇടുക, നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് എഴുതി വെയ്. എനിക്ക് ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് എനിക്ക് ചോദ്യത്തിനും അറിയാം. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന 13 ആയിരിക്കും. ഉടനെ 13 നമ്പർ അങ്ങോട്ട് ഇട്ടിട്ട് നല്ല വൃത്തിയായിട്ട് എഴുതി വെയ്. ഒരു കുഴപ്പമില്ല, ആരും നിങ്ങളൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. അപ്പം അറിയാവുന്ന ചോദ്യങ്ങൾ നമ്പർ ഇട്ട് കൃത്യമായിട്ട് എഴുതി വെക്കണം ആദ്യം. ഇനി അടുത്തൊരു അഡ്വൈസ്. ചിലരിപ്പോൾ ഒരു 15-ാമത്തെ ചോദ്യം എഴുതി തെറ്റി. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ വിഷ്ണു എന്ന് എഴുതിയപ്പോൾ VISHU എന്നങ്ങ് എഴുതി തെറ്റിപ്പോയെന്ന് ചുമ്മാ വിചാരിക്കുക, കണക്ക് പരീക്ഷ തെറ്റിപ്പോയി. അപ്പോൾ ചില കൂട്ടരുണ്ട്, എന്തോ ചെയ്യുന്നറിയോ, പേന അങ്ങോട്ട് എടുക്കും. നീല പക്ഷിയോ കറുപ്പ് പക്ഷി പേനയാണല്ലോ. പേന അങ്ങോട്ട് എടുത്തിട്ട് ഇത്രയേ ഉള്ളൂ പരിപാടി. ശ്രദ്ധിച്ച് നോക്കിക്കോണേ. പരീക്ഷയ്ക്ക് ഇരിക്കുക, കളർ അടിച്ചുകൊണ്ടിരിക്കുക. കാരണം നമ്മൾ ഈ തെറ്റ് ആരും കാണേണ്ടതല്ലോ. ഇങ്ങനെ ഇരിക്കും, മൊത്തം വെട്ടി അവിടെ ഇരിക്കും. എത്ര സമയം പോയി? എടാ, എത്ര സമയം പോയി നിങ്ങൾ തന്നെ പറ. ഇനി വേറൊരു ടീമുണ്ട്, അവരെഴുതുന്നത് എന്താണെന്ന് അറിയാം. അവർ ഇതേപോലെ എഴുതി തെറ്റിപ്പോയി. ഉടനെ പേന അങ്ങോട്ട് എടുക്കും, ഇതിന് ചുറ്റും ഒരു കോളം അങ്ങോട്ട് വരയ്ക്കും. എന്നിട്ട് ഇത് മൊത്തം എഴുതി കളർ അടിക്കും, തെറ്റിയത് വേറെ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് വൃത്തിയായിട്ട്, നമുക്ക് വൃത്തിയാണല്ലോ മെയിൻ. ഉടനെ നമ്മളുടെ കറക്റ്റ് കോളമൊക്കെ വരച്ച് എഴുതി വയ്ക്കും. കൊള്ളാം. നിങ്ങൾക്ക് എന്തെങ്കിലും കൊട്ടയ്ക്കകത്തേക്ക് കൊണ്ട് തരുമോ മാർക്കുമല്ലോ ഇങ്ങനെ ചെയ്തു വെച്ചാൽ? എൻ്റെ അറിവിലില്ല. എടാ, നിങ്ങൾ ഇങ്ങനെ ഒന്നും എഴുതാൻ പോകരുത്. ഇപ്പോൾ 17-ാമത്തെ ചോദ്യം ഇപ്പോൾ ഗോപാലൻ എഴുതി, ഗോപാലൻ എന്നായിരുന്നു എഴുതേണ്ടത്, തങ്കപ്പൻ എന്നായിരുന്നു, തെറ്റിപ്പോയി. ഒന്നും നോക്കല്ലേ, പേന അങ്ങോട്ട് എടുത്തിട്ട് ഒരൊറ്റ വെട്ട്. സമയം കഴിഞ്ഞു. തെറ്റ് വെട്ടുമ്പോൾ ടീച്ചറിന് മനസ്സിലാവും ഇത് തെറ്റാണ്. എന്തിനാ പിന്നെ ഇട്ട് കറപ്പിക്കാൻ പോകുന്നത്? ഇത്രയും സമയങ്ങളുണ്ടോ, വല്ല കാര്യമുണ്ടോ? അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അപ്പം സമയത്തിനനുസരിച്ച് ഉത്തരം എഴുതുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഈ വെട്ടിത്തിരുത്ത് കളയുന്ന പരിപാടിയെല്ലാം ഒറ്റ വെട്ട് അവിടെ കഴിഞ്ഞു. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതി വിവര കണക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരും. അത് അവസാനമായിരിക്കും ചിലപ്പം ചോദ്യ പേപ്പറിൻ്റെ വരുന്നത്. അത് അവസാനത്തേക്ക് വെക്കരുത്. എൻ്റെ കൺസെപ്റ്റിൽ അത് ആദ്യം തന്നെ നിങ്ങൾ നമ്പർ ഇട്ട് എഴുതണം. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. കുറേ ഇപ്പം മീനൊക്കെ കണ്ടുപിടിക്കാനാണെങ്കിലും, അതായത് കുറേ നമ്പറുകൾ എടുത്ത് വെച്ച് കൂട്ടാൻ കാണും. നമ്മൾ എക്സാമിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ ചിലർ അത്യാവശ്യം ടെൻഷനാവും. അപ്പോൾ ഈ ചിലപ്പോൾ അറിയാവുന്നതാണെങ്കിൽ, മിക്കവർക്കും ഈ ചോദ്യങ്ങൾ അറിയായിരിക്കും, പക്ഷെ അറിയാവുന്നതാണെങ്കിൽ പോലും ഈ ചോദ്യങ്ങൾ എഴുതി തെറ്റിക്കും. കണക്ക് കൂട്ടുമ്പോൾ ടെൻഷൻ അടിച്ച് കണക്ക് കൂട്ടുകയോ തലയിൽ കുത്തി, കയ്യിൽ കുത്തി, കാലേ കുത്തി എല്ലാം വരും, പ്രശ്നമാവും. അപ്പോൾ ആദ്യം തന്നെ നമ്പർ ഇട്ട് ഇവനെ അങ്ങ് എഴുതി മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ ആണേ? വൃത്തിയായിട്ട് മനസ്സിലായേ? ഓക്കെ. പിന്നെ ട്രിഗണോമെട്രിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരും. നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ട് വെച്ച് എഴുതുക. ട്രിഗണോമെട്രി എന്നൊക്കെ എങ്ങനെ ചോദിച്ചാലും, കാരണം ഫിഗർ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വളരെ വലിയ കാര്യങ്ങളുണ്ട്, അറിയാമല്ലോ. ഇപ്പോൾ ഒരു കുട്ടിയുടെ ഹൈറ്റ് 1.5 മീറ്റർ നീളമാണ് എന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ ആ ഹൈറ്റ് എടുക്കാവൂ. ചെല്ലെങ്കിൽ ഇപ്പോൾ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഗോപാലൻ ഒരിടത്ത് നിന്നിട്ട് ഒരു മരത്തിൻ്റെ മണ്ടയ്ക്കോട്ട് നോക്കുന്നു, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് 30 ഡിഗ്രി മേൽക്കോണിൽ, ആംഗിൾ ഓഫ് എലവേഷനിലാണ് കാണുന്നത്.
ഇവിടെ ഗോപാലൻ്റെ ഹൈറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഉടനെ ചില കുട്ടികളാണെങ്കിൽ ഗോപാലനെ ആദ്യം വരയ്ക്കും, എന്നിട്ട് ഗോപാലൻ്റെ അവിടെ നിന്ന് മണ്ടയ്ക്കോട്ട് നോക്കുന്ന ആംഗിൾ ഓഫ് എലവേഷനൊക്കെ വരയ്ക്കും. എന്നിട്ട് ഇപ്പോൾ നമ്മൾ പറയും തീറ്റ 30 ഡിഗ്രിയാണ് എന്നൊക്കെ പറയും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഗോപാലൻ്റെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഹൈറ്റ് എടുക്കാവൂ, ഇല്ലെങ്കിൽ ആ ഹൈറ്റ് എടുക്കരുത്. ചുമ്മാ വരച്ചേക്കുക, ഒരൊറ്റ പോയിൻ്റായിട്ട് ഇത്രയേ ഉള്ളൂ പരിപാടി. ഗോപാലനാണ് ഈ പോയിന്റ്, കണ്ടോ, അവിടെ വരച്ചാൽ മതി. ഹൈറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഹൈറ്റ് എടുക്കുക, ഇല്ലെങ്കിൽ ഹൈറ്റ് എടുക്കരുത്. ഓക്കെ, ഇത് ഡീറ്റെയിൽഡ് ക്ലാസ് ഇതിൻ്റെ വരുന്നുണ്ട് പുറകെ. ഓക്കെ, അപ്പോൾ പറയാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് വെറുതെ ചെയ്യാൻ പോകുന്നത്. പിന്നെ കൺസ്ട്രക്ഷൻ നല്ല വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കുക. പേന, പെൻസിൽ, റബ്ബർ, കട്ടർ ഇങ്ങനെയുള്ള ആവശ്യമുള്ള ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എല്ലാം കൊണ്ടേ ക്ലാസ്സിൽ കയറാവൂ. എക്സാം ഹോളിൽ കയറുന്നതിന് മുൻപ് ഉണ്ടോ എന്ന് ഡബിൾ ചെക്ക് ചെയ്യണം. പെൻസിലൊക്കെ 2 എണ്ണം നല്ല ചെത്തി മിനിക്കുക, 2 എണ്ണം. എക്സാം ഹോളിൽ കയറി ഇരുന്ന് കറക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. ഓക്കെ ആണേ, അപ്പോൾ അത് നോക്കിക്കോണം, അതും തെറ്റിക്കരുത്. പിന്നെന്താ ഉള്ളത്? ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. മാത്സ് പരീക്ഷ വലിയ ടഫൊന്നും ആയിരിക്കത്തില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ എന്താണ് ആന കയറാൻ മലയൊന്നും അല്ല മാത്സ് പരീക്ഷ. സിമ്പിളായിട്ട് പോയി കൂളായിട്ട് എഴുതിയിട്ട് പോവാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? എക്സാം കഴിഞ്ഞിട്ട് ഉടനെ കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മൈൻഡിൽ വെച്ചേക്കുക, കൂളായിട്ട് എഴുതിയിട്ട് വരിക.